ഒരു വീട് വയ്ക്കുന്നത് പോലെ നുണകൾക്ക് മീതെ നുണകൾ പടുത്തുയർത്തി ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. രാഷ്ട്രീയ നാടകങ്ങളും ഒത്തുതീർപ്പുകളും അരങ്ങുവാഴുമ്പോൾ അധികാരത്തിൻ്റെ ഇടനാഴികളിൽ നടക്കുന്ന പല പകൽ കൊള്ളകളും സാധാരണക്കാരനെ അറിയാറില്ല. എന്നാൽ സത്യം എത്ര നാൾ കുഴിച്ചു മൂടിയാലും അത് എന്നെങ്കിലും ഒരിക്കൽ മറന്നീക്കി പുറത്തു വരിക തന്നെ ചെയ്യും. അത്തരത്തിൽ കേരളം കണ്ട ഏറ്റവും വലിയൊരു പകൽ കൊള്ളയുടെ കോർപ്പറേറ്റുകൾക്ക് നമ്മുടെ സ്വന്തം നാട് തീരെഴുതി കൊടുത്തതിൻ്റെ ഞെട്ടിക്കുന്ന ഉള്ളുകളികളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. വ്യാജ വാർത്തകളും അതിനെ അനുകൂലിക്കുന്നവരും മാത്രം നിറഞ്ഞു നിൽക്കുന്ന ഈ കാലത്ത് നെഞ്ച് വിരിച്ചു നിന്ന് അധികാരത്തിൻ്റെ മുഖത്തു നോക്കി യാഥാർത്ഥ്യങ്ങൾ വിളിച്ചു പറയാൻ ഇത്തരത്തിൽ ചിലരെങ്കിലും ഉണ്ടല്ലോ എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ഏക ആശ്വാസം. UDF സർക്കാരിൻ്റെയും കോൺഗ്രസിൻ്റെയും ദീർഘവീക്ഷണമില്ലാത്ത തീരുമാനങ്ങൾ എങ്ങനെയാണ് ഈ നാടിനെ ബാധിക്കുന്നതെന്നും ഇന്നത്തെ കാലത്ത് ഭരണം നിയന്ത്രിക്കുന്നത് മുഖ്യമന്ത്രി VD സതീശനാണോ എന്ന് സംശയിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്നും പറയേണ്ടി വരും. ഇപ്പോൾ എന്താ സംഭവിക്കുന്നത്? എല്ലാം ഒരു കുടക്കീഴിൽ ഒതുക്കി അദാനിക്ക് വേണ്ടി മാത്രം ഭരിക്കുന്ന അവസ്ഥ. കോൺഗ്രസ് ഇങ്ങനെ പോവുകയാണെങ്കിൽ അദാനിയെ ഇവിടെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. സംശയമുണ്ടോ? ഇത് കണ്ടാൽ നിങ്ങളുടെ ആ സംശയം അങ്ങ് തീരും. അധികാരത്തിൻ്റെ രഹസ്യ ഇടപാടുകളുടെ കഥകൾ ഒന്നൊന്നായി പുറത്തു വരുമ്പോൾ നിങ്ങളുടെ പല ധാരണകളും ഇവിടെ തിരുത്തപ്പെടും. എന്താണ് യഥാർത്ഥത്തിൽ വിഴിഞ്ഞത്ത് സംഭവിച്ചത്? അദാനിയെ സംബന്ധിച്ചിടത്തോളം മലയാളിക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ അദാനിക്ക് 2080 വരെ വിഴിഞ്ഞം പോർട്ട് ലീസിന് കൊടുത്തിരിക്കുന്നു. ആ ലീസിന് കൊടുത്ത കമ്പനിയാണ് അത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ആ കമ്പനിയുടെ 49% MSC എന്ന് പറയുന്ന കമ്പനിക്ക് വിറ്റിരിക്കുന്നു. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ കാര്യം. ആരത് ഓപ്പറേറ്റ് ചെയ്യാൻ പോകുന്നത്? അദാനി ഓപ്പറേറ്റ് ചെയ്യും, MSC ഓപ്പറേറ്റ് ചെയ്യും. MSC എന്ന് പറയുന്ന ആരാണ്? ലോകത്തെ ഏറ്റവും വലിയ കപ്പൽ കമ്പനിയാണ്. കപ്പൽ കമ്പനിയുടെ ഉദ്ദേശം എന്താണ്? 150 രാജ്യങ്ങളിലുള്ള ചരക്കുകൾ കൊണ്ടുവരികയും ചെയ്യുന്ന കമ്പനിയാണ് MSC എന്ന് പറയുന്ന കമ്പനി. 7 ലക്ഷത്തിലധികം കണ്ടെയ്നറുള്ള കമ്പനിയാണ്. അപ്പോൾ ഏഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉള്ള പ്രശ്നം എന്താണ്? ഏഷ്യയെ സംബന്ധിച്ചിടത്തോളം കണ്ടെയ്നർ 7 ലക്ഷത്തിലധികം വരുന്ന കണ്ടെയ്നർ ഉണ്ടല്ലോ, ഇത് ഹോൾഡ് ചെയ്യാനൊരു സ്ഥലമില്ല. ഹോൾഡ് ചെയ്യാനൊരു സ്ഥലം വേണം. ആ സ്ഥലം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഓഷ്യൻ്റെ ഏക പോർട്ടാണ് ഈ പറഞ്ഞ വിഴിഞ്ഞം പോർട്ട് എന്ന് പറയുന്നത്. അപ്പം ഇന്ത്യൻ സമുദ്രത്തിൻ്റെ അതിർത്തിയിൽ അല്ലെങ്കിൽ അതിൻ്റെ സൈഡിൽ ഒരു വലിയ കപ്പലുകൾ അടുക്കുന്ന ഒരു പോർട്ട് കിട്ടിയിരിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ പറഞ്ഞ കാലി കണ്ടെയ്നറൊക്കെ അടുക്കി വെക്കാം. എന്നിട്ട് ഫീഡർ കപ്പൽ കൊണ്ട് ഈ പറയുന്ന കണ്ടെയ്നറുകളെ മറ്റു അടുത്ത കൊളംബോ പോലെയുള്ള അവരുമായിട്ട് ഏറ്റവും വർഷങ്ങളായി വ്യാപാര കരാറുള്ള രാജ്യങ്ങളിലേക്ക് ഈ പറയുന്ന സംവിധാനങ്ങളെ കൊണ്ടുപോവുകയും ഈ കാലി കണ്ടെയ്നർ കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് മാറും എന്നുള്ളതാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം വരുമാനം കിട്ടണമെങ്കിൽ ഏക ഓപ്ഷനേ ഉള്ളൂ. എന്താണ്? കയറ്റി ഇറക്കുമതി സംവിധാനം നടത്തണം. ഒന്നില്ലെങ്കിൽ ഇമ്പോർട്ട് ഡ്യൂട്ടി കിട്ടണം, അല്ലെങ്കിൽ എക്സ്പോർട്ട് ഡ്യൂട്ടി ഉണ്ടാവണം, അല്ലെങ്കിൽ ഈ പറയുന്ന കസ്റ്റംസിന് വരുമാനം കിട്ടണം. ഇതൊന്നും കിട്ടാൻ പോകുന്നില്ല. കസ്റ്റംസിന് വരുമാനം കിട്ടാതെ രാജ്യത്തിന് എന്ത് വരുമാനമുള്ളത്? ഇവിടുന്ന് കേരളത്തിൽ നിന്ന് സൗത്ത് ഇന്ത്യയിലും പ്രൊഡക്റ്റ് എക്സ്പോർട്ട് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്ത് വരുമാനമുള്ളത്? ഇതൊക്കെ ആര് തീരുമാനിക്കും? ഇത് അദാനിയും ഈ പറഞ്ഞ MSC കമ്പനിയും തീരുമാനിക്കും എന്നുള്ളതാണ്. ഞാൻ ഈ അദാനീൻ്റെ കോൺട്രാക്റ്റ് എടുത്ത് നോക്കിയതിൻ്റെ അകത്ത് ഞാൻ നോക്കിയൊരു കാര്യം, ഇന്ത്യയിലുള്ള എല്ലാ കപ്പലുകൾക്കും ഇവിടെ വിഴിഞ്ഞം പോർട്ടിൽ കയറ്റിറക്ക് ചരക്ക് നീക്കം നടത്താനുള്ള അനുമതി ഉണ്ടാവണം എന്നൊരു ക്ലോസ് അതിനകത്ത് വേണ്ടേ? അങ്ങനെ ഒരു ക്ലോസേ ഇല്ല. അത് അദാനി തീരുമാനിക്കും എന്ന് എഴുതി വെച്ചിരിക്കുകയാണ്. എന്തിനാണ് വിഴിഞ്ഞത്തൊരു പോർട്ട്? എന്തിനാണ് വിഴിഞ്ഞത്തൊരു പോർട്ട്? വിഴിഞ്ഞത്ത് പോർട്ട് എന്ന് പറഞ്ഞാൽ സൗത്ത് ഇന്ത്യയിലെ ചരക്ക് നീക്കം മുന്നോട്ട് കൊണ്ടിരിക്കുകയും സംസ്ഥാനത്തിൻ്റെ വലിയ വരുമാന മാർഗമായി അല്ലെങ്കിൽ മറ്റുള്ള സാങ്കേതിക സംവിധാനങ്ങളെല്ലാം വളരുന്നതോടുകൂടി സംസ്ഥാനം വലിയ മാറ്റമുണ്ടാകുകയും ചെയ്യുന്നത് പോലെയാണ്. ഞാൻ കുഞ്ഞാലിക്കുട്ടിയുടെ ഒരു വ്യവസായ മന്ത്രിയുടെ ഒരു നിയമസഭയിലെ പ്രസംഗം കേൾക്കുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞത് ദുബായിൽ എണ്ണക്ഷാമം വന്ന സമയത്ത് എണ്ണ ഇല്ലാതായി കഴിഞ്ഞപ്പോൾ അവരെ രക്ഷിച്ചത് ദുബായ് പോർട്ടാണ് എന്നുള്ളത്. ദുബായ് പോർട്ടാരാണെന്നറിയോ? ദുബായ് ഷെയ്ഖിൻ്റെയാ, ദുബായ് ഗവൺമെൻറ്റിൻ്റെയാ. ഇതെന്ത് ചെയ്തു? അത് രക്ഷിച്ചതും ആ രാജ്യത്തെ ഡെവലപ്പ് ചെയ്തതും ദുബായ് പോർട്ടാണ്. ഇവിടെ ആ കമ്പനി ഈ പോർട്ടെടുത്ത് അദാനിക്ക് വിറ്റു. സിമ്പിളാണ്. ഈ പോർട്ടെടുത്ത് 2080 വരെ അദാനിക്ക് വിറ്റു. 2080 വരെ ഇന്ത്യ നയപ്പോൾ അവിടെ നിന്ന് കിട്ടാൻ പോകുന്നില്ല. എന്താണ് പറയുന്നത്? പ്രോഫിറ്റിൻ്റെ 30 വർഷം കഴിഞ്ഞാൽ പ്രോഫിറ്റിൻ്റെ 1% കിട്ടും എന്നാണ് പറയുന്നത്. പ്രോഫിറ്റ് വേണ്ടേ? ആരാ പ്രോഫിറ്റ് നിശ്ചയിക്കുന്നത്? പ്രോഫിറ്റ് നിശ്ചയിക്കുന്ന അദാനിയാണ്, MSC കമ്പനിയാണ്. അവർക്ക് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ 1% കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ കൊടുക്കുകയും വേണ്ട. അദാനി പറയുകയാണ് ഞങ്ങളുടെ ഷിപ്പുകളൊന്നും ഇവിടെ വലിയ കയറ്റിറക്ക് സംവിധാനം നടക്കുന്നില്ല, അതുകൊണ്ട് ഇവിടെ ലാഭമില്ല എന്ന് പറഞ്ഞാൽ ഇല്ല. അത്ര തന്നെ. ഞങ്ങൾക്ക് അതിനേക്കാളും കൂടുതൽ എക്സ്പെൻസുകൾ വരുന്നുണ്ട്. എക്സ്പെൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെയാണ്. UDF സർക്കാരാണ്, ഉമ്മൻചാണ്ടി സർക്കാരാണ് അല്ലേ? ഇപ്പോൾ അദാനി ഉമ്മൻചാണ്ടി സർക്കാർ എന്ന് പറഞ്ഞാൽ UDFൻ്റെ സർക്കാർ ഉണ്ടാക്കിയ എഗ്രിമെൻറ്റിൽ വയലേഷൻ നടത്തിയിരിക്കുന്നു.
2026 10 വർഷത്തിന് ശേഷം. അതിനെന്ത് നടപടിയാണ് ഈ പറയുന്ന രണ്ടാമത്തെ അതിനുശേഷം വന്ന UDF സർക്കാരിന്റെ മുഖ്യമന്ത്രിയായി VD സതീശൻ നിലപാടെടുത്തത് പറഞ്ഞാൽ മതി. പക്ഷേ വയലേഷനെ കുറിച്ചല്ല അങ്ങ് നേരത്തെ ഞാൻ പറയട്ടെ അതിലേക്ക് എത്തിയിട്ടില്ല. അതിന് മുന്നേ അതിന് ഇടപെട്ടു. അപ്പോൾ ഞാൻ പറയുന്നത് 27,000 കോടി രൂപ ആസ്തിയുള്ള ഒരു സംവിധാനമായി വിഴിഞ്ഞം പോർട്ട് മാറിയിരിക്കുന്നു. അത് ദീർഘവീക്ഷണമില്ലാത്ത ഗവൺമെൻറ്റായി 2015 ഗവൺമെൻറ് 2015 അത് ദീർഘവീക്ഷണം കണ്ടില്ല. ശരി, വേണ്ട. ഇനി 2015 ഗവൺമെൻറ് അത് ദീർഘവീക്ഷണം ഇല്ലാതെ അത് നടപ്പിലാക്കിപ്പോയി. 2026 എത്തിയല്ലോ. 26 എത്തിയപ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കി. കഴിഞ്ഞ ഒരു വർഷം 1006 കപ്പലുകൾ വന്നതിൻ്റെ അകത്ത് 1000-ലധികം കപ്പൽ ഒരു കമ്പനീൻ്റെ വന്നു. അന്വേഷണം നടത്തിയോ? എന്തുകൊണ്ട് കേരളത്തിൽ മറ്റുള്ള കമ്പനികളുടെ കപ്പലുകളൊന്നും വന്നില്ല? അവർക്ക് അനുമതി കൊടുക്കുന്നില്ലേ? ലോകത്തെ രണ്ടാമത്തെയും മൂന്നാമത്തെയും നാലാമത്തെയും ഏഷ്യയിലേക്കും ഈ പറയുന്ന സൗത്ത് ഏഷ്യയിലേക്കൊക്കെ ട്രാവൽ ചെയ്യുന്ന കപ്പലുകൾ കേരളത്തിൽ എന്തുകൊണ്ട് വരാൻ പറ്റില്ല എന്ന് അന്വേഷണം നടത്തിയോ? ഈ വിഴിഞ്ഞം വിസിലിൻ്റെ MD ആരാ? വിസിലിൻ്റെ MD എന്ന് പറയുന്നത് കേരള സർക്കാരിൻ്റെ IAS ഉദ്യോഗസ്ഥനല്ലേ? അവരെന്തുകൊണ്ട് അന്വേഷണം നടത്തി റിപ്പോർട്ട് ഹാജരാക്കിയിട്ടില്ല? കേരളത്തിലേക്ക് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് കപ്പൽ വരാൻ കഴിയുന്നില്ല എന്നും കേരളത്തിൽ നിന്ന് കയറ്റർക്ക് ചരക്ക് നീക്കം നടത്താൻ കഴിയുന്നില്ല എന്നും റിപ്പോർട്ട് ആവണ്ടായിരുന്നോ? എന്തുകൊണ്ട് കഴിഞ്ഞ ഒരു വർഷമായിട്ട് അത് നടന്നില്ല? അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ഇപ്പോഴത്തെ അവസ്ഥ VD സതീശൻ നിന്ന് മുഖ്യമന്ത്രി വരുന്നു. ഈ പറയുന്ന ഇതുവരെ നമ്മൾ കാണാത്ത, ഇതുവരെ ഒരു പിന്നെ ഫിസിക്കൽ ട്രാൻസാക്ഷനിലേക്ക് പോകാത്ത അദാനി കമ്പനി ഇതാ ഇപ്പോൾ വന്നിരിക്കുന്നു. അവരുടെ 49% ഷെയർ വിൽക്കാൻ തീരുമാനിച്ചു. അപ്പം ഞാൻ പറയാണ്, നിങ്ങൾ ഇതുകൊണ്ടാണ് ഞാൻ കൂട്ടിച്ചേർത്തത്. എന്താണ് ഈ പറഞ്ഞ പോർട്ടും എൻ്റെ കയ്യിലാണ്, എയർപോർട്ടും എൻ്റെ കയ്യിലാണ്, ധനവകുപ്പും എൻ്റെ കയ്യിലാണ്, പിന്നെ നിയമവകുപ്പും എൻ്റെ കയ്യിലാണ്. ഈ 4 സംവിധാനം അല്ലാതെ വേറെ എവിടെയെങ്കിലും ഈ അദാനി വിഷയമായി മുന്നോട്ട് വരുമോ? നിയമപരമായ കാര്യങ്ങൾ ഈ കമ്മിറ്റി ഇതിനുള്ളിലാണ്. അപ്പം ഈ അദാനി കേസുമായി മുന്നോട്ട് പോകണമെങ്കിൽ ആരുടെ അനുമതിയാണ്? VD സതീശൻ അനുമതി. പോർട്ടുമായി ബന്ധപ്പെട്ട ആരുടെ അനുമതിയാണ്? VD സതീശൻ അനുമതി. ധനവകുപ്പുമായി ബന്ധപ്പെട്ട അനുമതി ആരുടെയാണ്? VD സതീശൻ അനുമതി. അപ്പം ഇതെല്ലാം ആരെയിലാണ്? VD സതീശൻ. അപ്പോൾ ആര് തീരുമാനം എടുത്താൽ മതി? VD സതീശൻ തീരുമാനം എടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. ആ ഉറപ്പാണ് ആർക്കുള്ളത്? ആ ഉറപ്പാണ് അദാനിക്കുള്ളത്. ആ ഉറപ്പാണ്. അല്ലാതെ KC വേണുഗോപാലിൻ്റെ ഉറപ്പ് അദാനി മേടിച്ചിട്ടില്ല. കേരളത്തിലെ ബാക്കി 20 മന്ത്രിമാരുടെയും അനുമതി മേടിച്ചിട്ടില്ല. ആ അനുമതി മുഴുവൻ ആരോടെ മേടിച്ചിരിക്കുന്നത്? ഒറ്റ ഒരാളുടെ ഡിസ്കഷനാണ്. സിംഗിൾ മാൻ കോൺടാക്ട്. അതാരുമായിട്ടാണ്? അത് VD സതീശനുമായിട്ടാണ്. VD സതീശൻ്റെ അടുത്ത് നിന്ന് ഒറ്റ അനുമതി, നിങ്ങൾ മുന്നോട്ട് പോയിക്കോളൂ എന്ന് VD സതീശൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുന്നോട്ട് പോകും. അല്ലെങ്കിൽ ഞാൻ 100% ഉറപ്പിച്ച് പറയാം, അവരുടെ എഗ്രിമെൻറ്റ് ക്യാൻസലാകുന്ന രീതിയിൽ ഒരു പ്രൊജക്റ്റോടെ മുന്നോട്ട് പോവുമോ? 2500 കോടി രൂപ ഇതിൽ എന്തെങ്കിലും തട്ടുകേട് ഉണ്ടാക്കിയാൽ ആർക്ക് നഷ്ടപ്പെടും? അദാനിക്ക് നഷ്ടപ്പെടും എന്നുള്ളത് മാത്രമല്ല, ഈ കോൺട്രാക്റ്റ് നഷ്ടപ്പെടും, ഈ പറഞ്ഞ വിഴിഞ്ഞം പോർട്ട് നഷ്ടപ്പെടും. അത്രയും വലിയൊരു റിസ്ക് എടുത്തിട്ട് ഒരു പോസിറ്റീവ് റെസ്പോൺസ് ഉണ്ടാവും എന്നില്ലാതെ, ഉറപ്പില്ലാതെ അദാനി മുന്നോട്ട് പോകുമോ? ഞാനതുകൊണ്ടാണ് പറഞ്ഞത്, ഈ പറയുന്ന എഗ്രിമെൻറ്റ് വയലേഷൻ ക്ലോസിൻ്റെ പ്രത്യേകത എന്താ? ഈ എഗ്രിമെൻറ്റ് ടെർമിനേറ്റ് ചെയ്യും. ഞാനൊരു ഒരാളെ തല്ലാൻ പോകുമ്പോൾ എനിക്ക് 100% ഉറപ്പാണ്, ഞാൻ അവരെ തല്ലിക്കഴിഞ്ഞാൽ ഞാൻ ജയിലിൽ പോകും എന്നുള്ള ഒരു ഉറപ്പാണ്. എങ്കിലും ഞാൻ നിങ്ങളെ തല്ലാൻ വരികയാണ്. എന്താണ്? എന്നോട് SP പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ അവനെ തല്ലിക്കോ, ഞാൻ നിങ്ങളെ അറസ്റ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. അങ്ങനെ കണക്കാക്കിയാൽ മതി. ഇവരോട് പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ വിറ്റോളൂ, നിങ്ങൾക്ക് പ്രശ്നമില്ല, ഞാൻ അനുമതി തന്നോളാം എന്ന് പറഞ്ഞിരിക്കുന്നു. അതിനകത്ത് രാഹുൽ ഗാന്ധിൻ്റെ അനുമതി വേണ്ട, പ്രിയങ്ക ഗാന്ധിൻ്റെ അനുമതി വേണ്ട, കോൺഗ്രസിൻ്റെ അനുമതി വേണ്ട, ഹൈക്കമാൻഡിൻ്റെ അനുമതി വേണ്ട, PCCയുടെ അനുമതി വേണ്ട, കേരളത്തിലെ ഒരു മന്ത്രിമാരുടെ അനുമതി വേണ്ട, VD സതീശൻ്റെ സെക്രട്ടറിമാരുടെ മാത്രം അനുമതി മതി എന്നുള്ളതാണ്. ഞാൻ കണ്ടത്. അടുത്ത ആളാരാ? തൊട്ടടുത്ത് പോസ്റ്റ് ഇരിക്കുന്നത് ആരാ? പോർട്ട് സെക്രട്ടറി ആരാ? രത്തൻ കേൽക്കർ ആരാ? ഈ പറഞ്ഞ VD സതീശൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി അല്ലേ? അപ്പോൾ ഇതിനൊക്കെ അനുമതി ആരാ? VD സതീശൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയായ രത്തൻ കേൽക്കറോട് പറയുന്നു, ഇത് പിന്നെ പാസ്സാക്കി കൊടുത്തോളൂ എന്ന് പറയാൻ അവസാനിച്ചു. അതോടുകൂടി എന്ത് സംഭവിച്ചു? 49% ഈ പറയുന്ന ഷെയർ MSC കമ്പനിക്ക് പോവുകയും അവിടുന്ന് 13,000 കോടി രൂപ അദാനിക്ക് കിട്ടുകയും ചെയ്യുന്നു. അതിനകത്ത് സതീശൻ പൈസ മേടിച്ചു എന്ന് പറയില്ല, പക്ഷെ 13,000 കോടി അദാനിക്ക് കിട്ടുന്നുണ്ട് കാര്യം നമുക്ക് ആർക്കും സംശയമില്ലല്ലോ. ഒരു കാര്യം മനസ്സിലാക്കിക്കോ, ഈ സാധനം 2080 വരെ അദാനിന്റെ കയ്യിലാണ്. ഒന്നും ചെയ്യാൻ എഴുതി വെച്ചോ. പൊളിറ്റിക്കൽ വിൽ കോൺഗ്രസിന് ഇല്ലെങ്കിൽ, അല്ല ഒരു മിനിറ്റ്, പൊളിറ്റിക്കൽ വിൽ കോൺഗ്രസിന് ഉണ്ടെങ്കിൽ അദാനി ഒരു ഇഞ്ച് നീങ്ങില്ല. പൊളിറ്റിക്കൽ വിൽ കോൺഗ്രസിന് ഇല്ലെങ്കിൽ അദാനി ഈ സംവിധാനം 10 കൊല്ലമില്ലാത്തൊരു പ്രത്യേക വില്ല് ഇപ്പൊ കൊണ്ടുവരാൻ നമുക്ക് നോക്കാം. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം.